എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാമ്പഴ പായസമാണ് കേട്ടോ. എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, ഇപ്പോൾ മാമ്പഴമൊക്കെ അധികമായിട്ട് ഇരിക്കുന്ന സമയമല്ലേ. നമ്മൾ മാമ്പഴം കൊണ്ട് പച്ചടി ഉണ്ടാക്കുന്നു, മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നു, മാമ്പഴം ഒരുപാട് വിഭവങ്ങൾ മാമ്പഴം കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. നമുക്കിന്ന് സ്പെഷ്യലായിട്ട് ഒരു മാമ്പഴ പായസം ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് കേട്ടോ. അപ്പോൾ തൻ്റെ ശർക്കര ഞാൻ ഉരുക്കി അരിച്ചു വെച്ചിട്ടുണ്ട്. 3 മാമ്പഴമാണ്, അത് ഞാൻ തൊലി കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഏലക്കയുണ്ട്, മാതളമുണ്ട്, ചെറുപയർ പരിപ്പ് വേവിച്ചിട്ടുണ്ട്, കശുവണ്ടി മുന്തിരിങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു പൂവമ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചൗവരി വേവിച്ച് വെച്ചിട്ടുണ്ട്, പാലുണ്ട്. എളുപ്പമാവാൻ വേണ്ടിയാണ് എല്ലാം ഞാൻ കറക്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് നമ്മുടെ ചൗവരി എടുക്കാം. അപ്പോൾ ഇനി ഈ മാമ്പഴം അങ്ങ് മാറ്റിയേക്കാം, അങ്ങോട്ടിരിക്കട്ടെ. അപ്പോൾ നമ്മൾ മാമ്പഴമൊക്കെ ദാണ്ട് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ മാമ്പഴം ഉണ്ട്, വലിയ മാമ്പഴം ഉണ്ട്. ഇപ്പോൾ ഞാൻ 4 മാമ്പഴം എടുത്തിട്ടുള്ളേ. അപ്പോൾ ആദ്യമേ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത്, ഒരു പാനകത്തോട്ട് നമ്മൾ ചൗവരി ഇടാം. നമുക്ക് ചൗവരി ഒഴിക്കാം. ചൗവരി എല്ലാം വേവിച്ച് വെച്ചേക്കാം കേട്ടോ. എളുപ്പമാവാൻ വേണ്ടി എല്ലാം വേവിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ചൗവരി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ചെറിയൊന്ന് ചൂടായാൽ മതി. ചൗവരി വേവിച്ച് വെച്ചേക്കല്ലേ, അപ്പോൾ ഒന്ന് ചൂടാവണം. ഇനി നമ്മൾ അതിനകത്ത് ഇടാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് വേവിച്ചത്. ചൗവരി ഇട്ടതിന് ശേഷം ചെറുപയർ പരിപ്പ് വേവിച്ചതിടുക. രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ചെറുപയർ പരിപ്പും ചൗവരിയും വേവിച്ചത് നല്ലോണം ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇപ്പോൾ മാമ്പഴം ഇഷ്ടം പോലെ കിട്ടുന്ന സമയമില്ലേ, ചെറുതായിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അടിപൊളിയാണ്. ഒരുപാട് ആൾക്കാരുള്ളവർ അതനുസരിച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് പാലൊഴിക്കാം. നമ്മൾ 1 കപ്പ് പാലാണ് എടുത്തേക്കുന്ന, 1/2 ലിറ്റർ. കുറച്ചൊഴിക്കുക, ഫുള്ളൊഴിക്കണ്ട, കുറച്ചൊഴിക്കുക. ഇതൊന്ന് തിളയ്ക്കണം. ഒന്ന് തിളയ്ക്കട്ടെ കേട്ടോ. ഇപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ശർക്കരപ്പാനി ഒഴിക്കാം. 1 ഉണ്ട ശർക്കരയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് 1/2 കിലോ കാണും കേട്ടോ. അത് നല്ലോണം തിളയ്ക്കട്ടെ. അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി ഉപ്പിട്ടേക്കണം, ഒരു ശകലം, ഒരു പിഞ്ചുപ്പ്. ഇപ്പോൾ ഞാൻ പരിപ്പ്, ചൗവരി, ഇവിടെ ചൗവരി എന്നാണോ പറയുന്നത്, അതോ സൗവരി എന്നാണോ, എന്തായാലും പായസത്തിന് വയ്ക്കുന്ന അത് ചൗവരി ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ കൊല്ലത്തൊക്കെ ചൗവരി എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ വേറെ ഏതുകൊണ്ടൊക്കെ പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്നാലും ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ. നമ്മൾ ആ വെള്ള കളറിലുള്ള ചൗവരി അതിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ഗ്ലാസ് പാലൊഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ശർക്കരപ്പാനി ഒഴിച്ച് നല്ല തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 4 മാമ്പഴം ഇടാം. 4 5 എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ കുറച്ച് മതിയായതുകൊണ്ട് ഞാൻ 4 എണ്ണം ഇട്ടോളൂ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന ഏലക്ക ഇടാം. നല്ലോണം ഒന്ന് കുറുകണം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് പഴം കണ്ടേ, പൂവമ്പഴമാണ്. അത് ഈ വലിപ്പത്തിൽ വേണം കട്ട് ചെയ്ത്. നല്ല ഒരു പഴം 3 ആയിട്ട് കട്ട് ചെയ്യണം. അതും ഇടാം. ഇട്ട് ഇത് നല്ലോണം ഒന്ന് കുറുകി വരണം. അതേപോലെ ഇതിനകത്ത് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് നല്ലതാണ്. വേണം ഇഷ്ടമുള്ളവർക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം. പക്ഷേ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ, ഭയങ്കര മധുരമായിപ്പോൾ. അപ്പോൾ ഇതാണ്ട് പായസമൊക്കെ നല്ലോണം കുറുകിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ 1/2 ഗ്ലാസ് പാല് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ പാലിൽ എടുത്തൊഴിക്കുക. 1/2 ഗ്ലാസ് ആദ്യമേ ഒഴിച്ചിട്ടുണ്ട്. ഇനി 1/2 ഗ്ലാസും കൂടെ ഒഴിച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കുക. അപ്പോൾ മാമ്പഴ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അടിപൊളിയാണ്, കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. ഈ മാമ്പഴമൊക്കെ ഈ പഴവും ഒക്കെ ആയിട്ട് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഇളക്കി ഈ പഴം അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ ഞെവിടി കഴിക്കണം. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ മാമ്പഴ പായസം. ഇനി ഒരു സാധനം 2 സാധനം ചേർക്കാനുണ്ട് കേട്ടോ. അത് നമുക്ക് ലാസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ ലൂസായിട്ടിരിക്കണം, കാരണം ചൗവരി ഇട്ടേക്കുന്നതുകൊണ്ട് ഇരിക്കുന്ന ഉടനെ കുറുകും. അപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഇതാണ്ട് പഴമൊക്കെ കിടക്കുന്നുണ്ടോ, ഈ പഴവും മാമ്പഴവും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ല കൈ വെച്ച് ഞെരടി അങ്ങ് കുടിക്കണം. അടിപൊളിയാണ് കേട്ടോ.